ഒരു ഫുട്ബോൾ കോച്ചും ഒരു കളിക്കാരനും തമ്മിലുള്ള ബന്ധം സാധാരണയായി ടാക്ടിക്സിലും പെർഫോമൻസിലും ഒതുങ്ങും. പക്ഷെ സിമിയോണിയും അന്റോണിയോ ഗ്രിസ്മാനും തമ്മിലുള്ള ബന്ധം അതിലപ്പുറം പോയ ഒരു കഥയാണ്. ഇത് കോച്ചും പ്ലെയറും തമ്മിലുള്ള ബന്ധമല്ല, ഇതൊരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പോലെ വളർന്ന ഒരു യാത്രയാണ്. ഗ്രിസ്മാൻ എന്ന കളിക്കാരനെ ലോകം കണ്ടത് അദ്ദേഹത്തിന്റെ ടാലന്റ് കൊണ്ടാണ്. പക്ഷെ ഗ്രിസ്മാൻ എന്ന കംപ്ലീറ്റ് ഫുട്ബോളറെ രൂപപ്പെടുത്തിയെടുത്തത് സിമിയോണിയാണ് എന്ന് പറയുന്നത് അതിശോക്തിയല്ല, അതൊരു സത്യമാണ്. 2014 ഗ്രീസ്മാന് അത്ലന്റിക്കോയിൽ എത്തുമ്പോൾ അവൻ നല്ലൊരു ഫോർവേഡ് ആയിരുന്നു. പക്ഷെ സിമിയോണിയുടെ കീഴിൽ അവൻ മാറി. ഗോൾസ് മാത്രം അടിക്കുന്ന ഒരാളിൽ നിന്ന് ടീമിനായി ജീവിക്കുന്ന ഒരു പോരാളിയായി മാറി. സിമിയോണിയുടെ ഫിലോസഫി എന്തായിരുന്നു? സാക്രിഫൈസ്, ഡിസിപ്ലിൻ, ഫൈറ്റ്. ഈ മൂന്ന് കാര്യങ്ങളും ഗ്രീസ്മാന് തന്റെ ശരീരത്തിൽ തന്നെ എഴുതിയ പോലെ കളിച്ചു. ഒരു കോച്ച് തന്റെ പ്ലെയറിനെ ട്രെയിൻ ചെയ്യുന്നതല്ല ഇവിടെ സംഭവിച്ചത്, മറിച്ച് ഒരു അച്ഛൻ തന്റെ മകനെ ജീവിതം പഠിപ്പിക്കുന്നത് പോലെ സിമിയോണി ഗ്രീസ്മാനെ ബിൽഡ് ചെയ്തു. പ്രസ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്യും, ഡിഫൻഡ് ചെയ്യണമെങ്കിൽ ഡിഫൻഡും ചെയ്യും. ടീമിനായി സ്വന്തം ഈഗോ പോലും മാറ്റിവെക്കും. ഈ മെന്റൽ മാറ്റം ഗ്രീസ്മാനിൽ ഉണ്ടാക്കിയത് സിമിയോണിയാണ്. ഈ ബന്ധത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ വലിയ വാക്കുകൾ വേണ്ട, ചില മൊമെന്റ്സ് മതി. സൈഡ് ലൈനിൽ നിന്ന് സിമിയോണി ഗ്രീസ്മാനെ നോക്കുന്ന കണ്ണുകൾ, അതിലൊരു വിശ്വാസം കാണാം. ഇവനുണ്ടെങ്കിൽ ഞാൻ സേഫാണ് എന്നൊരു ഫീലിംഗ്. ഫുട്ബോൾ ഹിസ്റ്ററിയിൽ പല ഗ്രേറ്റ് ഡ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു ബന്ധം വളരെ റയറാണ്. പക്ഷെ ജീവിതം പോലെ തന്നെ ഈ ബന്ധത്തിനും ഒരു പെയിൻഫുൾ പേസ് ഉണ്ട്. 2019 ഗ്രീസ്മാൻ ബാർസലോണയിലേക്ക് പോയപ്പോൾ അതൊരു ട്രാൻസ്ഫർ മാത്രമല്ലായിരുന്നു, സിമിയോണിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു ട്രാൻസ്ഫർ കൂടിയായിരുന്നു അത്. അതിൽ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, പെയിൻഫുൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയി അതിലൊരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നു. അവൻ തന്റെ വഴി തിരഞ്ഞെടുത്തു എന്നായിരുന്നു സിമിയോണിയുടെ മറുപടി. പിന്നീട് ഗ്രീസ്മാൻ തിരികെ വന്നപ്പോൾ സിമിയോണി അവനെ വീണ്ടും സ്വീകരിച്ചു. എല്ലാവരും സംശയത്തോടെ നോക്കിയപ്പോൾ പോലും സിമിയോണി അവനോട് പിന്നെയും വിശ്വാസം വെച്ചു. ഇതൊരു മികച്ച കോച്ചിന്റെ ഡിസിഷൻ ആയിരുന്നു. അതിനുശേഷം ഗ്രീസ്മാൻ വീണ്ടും ഇൻവോൾവ് ചെയ്തു. പണ്ടത്തെക്കാളും കൂടുതൽ മെച്യൂർഡായി, കൂടുതൽ റെസ്പോൺസിബിൾ ഏറ്റെടുത്തു. സിമിയോണിയുടെ ഇൻഫ്ലുവൻസ് അവന്റെ കളിയിൽ മാത്രമല്ല, അവന്റെ ആറ്റിറ്റ്യൂഡിലും വ്യക്തമായി കാണാനായി. ഇപ്പോൾ ഗ്രീസ്മാന് അത്ലന്റിക്കോ വിടാൻ തയ്യാറെടുക്കുന്ന ഈ സമയത്ത് ലോകം കണ്ട ഒരു ഫോട്ടോ ഈ ബന്ധത്തിന്റെ ഡെപ്ത് മുഴുവൻ തുറന്നു കാണിച്ചു. കണ്ണുകൾ നിറഞ്ഞ നിലയിലായിരുന്നു സിമിയോണിയുടെ മറുപടി. ഒരു പ്രസ് കോൺഫറൻസിൽ ഇമോഷണൽ ആവുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. കണ്ണുകളിൽ നിന്ന് വരുന്ന ആ വെള്ളം ഒരു സീസണിന്റെ അവസാനമല്ല പറയുന്നത്, വർഷങ്ങളായുള്ള ഒരു ബന്ധത്തിന്റെ ഭാരമാണ് ഇത്. ഒരാൾ രൂപപ്പെടുത്തിയ ജീവിതം, മറ്റൊരാൾ ജീവിച്ച ഒരു യാത്ര. സിമിയോണിയുടെ ഈ കണ്ണുകൾ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നീ ഇവിടെ ഒരു പ്ലെയർ ആയിരുന്നില്ല, നീ എന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു, എന്റെ ഒരു വിശ്വാസമായിരുന്നു നീ. ഗ്രീസ്മാൻ അത്ലന്റിക്കോ വിട്ടുപോകും, പുതിയൊരു ചാപ്റ്റർ തുടങ്ങും. എന്നിരുന്നാലും ഈ ഓർമ്മകൾ അവരുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകും. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, ഓരോ ഫുട്ബോൾ ഫാനിന്റെയും. നമുക്ക് തോന്നാം സിമിയോണി ഇല്ലാതെ ഗ്രീസ്മാൻ എന്ന കളിക്കാരൻ ഈ ലെവലിൽ എത്തില്ല. അതുപോലെ തന്നെ ഗ്രീസ്മാൻ ഇല്ലാതെ സിമിയോണിയുടെ അത്ലന്റിക്കോ ഈ രൂപത്തിൽ ഓർക്കപ്പെടില്ലായിരുന്നു. ഫുട്ബോളിൽ പല ബന്ധങ്ങൾ വരും പോകും, പക്ഷെ ചിലത് സമയം തകർക്കാൻ പറ്റാത്തതാണ്. സിമിയോണിയും ഗ്രീസ്മാനും അതൊരു ടാക്ടിക്സിന്റെ കഥയല്ല, അതൊരു വിശ്വാസത്തിന്റെ കഥയാണ്. ഒരച്ഛൻ തന്റെ മകനെ ലോകത്തിന് മുന്നിൽ നിർത്തിയ ഒരു കഥ. നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.